Hello guys and welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഞാൻ കുറേ പേരുടെ കമന്റ് സെക്ഷനിലൊക്കെ കണ്ടുവരുന്നൊരു കമന്റാണ്. ഈയിടെ എൻ്റെ രീതിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എക്സാം വിന്നർ എഡ്യൂപോൾ സൈല ഇതിൽ ഏതാണ് ബെസ്റ്റ്? ഇതിനകത്ത് കുറേ പേർക്ക് കുറേ ഡൗട്ട് ഉണ്ട്. ലൈക്ക് ഫിസിക്സിന് ഏതാണ് ക്ലാസ് നല്ലത്, പിന്നെ എനിക്ക് പറയാം കെമിസ്ട്രിക്കും മാത്സിനും എല്ലാത്തിനും ബെസ്റ്റ് ക്ലാസ് ഏതാണ്, ആദ്യമാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഇതിൽ ഏതാ ബെസ്റ്റ് എന്നല്ല പറയാൻ പോകുന്നത്, ഹൗ ടു ചൂസ് ബെസ്റ്റ് ആപ്പ് എന്നാണ് പറയാൻ പോകുന്നത്. ആരും ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. അതായത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ആപ്പ് എങ്ങനെ ചൂസ് ചെയ്യണം, ഏത് ആപ്പാണ് ബെസ്റ്റ്, ലൈക്ക് നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണ് എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഓരോ ക്ലാസ് യൂട്യൂബിലെ ക്ലാസ് ആരും ഒന്ന് കേട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫിസിക്സിന്റെ യൂട്യൂബ് ബോർഡാണെങ്കിലും സൈലമാണെങ്കിലും എക്സാമിനാണെങ്കിലും നിങ്ങൾ ഫിസിക്സിന്റെ ഒരു ക്ലാസ് കേൾക്കുക. ഇതിൽ ആദ്യ ക്ലാസ്സാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നുന്നത്. അത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആദ്യ ക്ലാസ്സാണ്. ആദ്യം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ക്ലാസ് കാണാം. അതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, ആപ്പിന്റെ ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ സൈലം, യൂട്യൂബ് പോർട്ട്, എക്സാമിനർ അങ്ങനത്തെ ആപ്സ് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് കാണാതിരിക്കത്തില്ല. ഇപ്പൊ എല്ലാവരുടെയും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുടെയെങ്കിലും ജസ്റ്റ് അവരുടെ ഇമെയിൽ പാസ്വേഡ് വേണ്ടി ചോദിച്ചിട്ട് ജസ്റ്റ് അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ കൊടുക്കുക. എന്താ പറയാ, ചോദിച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ട്രയൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാസ് അങ്ങനെ ഉണ്ട്, കേൾക്കാൻ മനസ്സിലാവുന്നുണ്ടോ എന്ന് ജസ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും യൂട്യൂബിലെ ആഡ്സ് കണ്ട് ഒരിക്കലും അങ്ങോട്ട് കയറി പോകരുത്. ബിഗസ്റ്റ് ബ്ലണ്ടർ പറയുമ്പോൾ. കാരണം അത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എല്ലാ ആഡ്സും കാണുമ്പോൾ ഇവർ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു, ഇത് പ്രൊവൈഡ് ചെയ്യുന്നു, അത് പ്രൊവൈഡ് ചെയ്യുന്നു. അതല്ല ഇതിന്റെ മെയിൻ മാറ്റർ എന്ന് പറയുന്ന മെയിൻ സംഭവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവണം. നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ് ഒന്ന് കേട്ട് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. ചാപ്റ്റേഴ്സ് ഇപ്പം നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ചാർജസ് ആണെങ്കിൽ, അല്ലെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏത് ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ജസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോ യൂട്യൂബിൽ കയറി നിങ്ങൾ എജ്യൂപോർട്ടിന്റെ ഒരു ക്ലാസ് കാണാം, പിന്നെ എക്സാമിന്റെ ഒരു ക്ലാസ് കാണാം, പിന്നെ എന്താണ് സൈലത്തിന്റെ ക്ലാസ് കാണാം. ഇത് ആദ്യമാണ് കൂടുതലും നല്ലപോലെ മനസ്സിലാവാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. ആൻഡ് സെക്കൻഡ് തിങ് ഈസ്, ഏതാണ് കൂടുതൽ കോൺസെപ്ഷനി നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾ ഒന്നുകൂടെ നോക്കണം. അതായത് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ കൂടുതൽ ഇവിടെ നിന്ന് കിട്ടുന്നു. കുറേ ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് ഫിസിക്സ് പോലുള്ള ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കണമെന്നാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഏതിനാണ് കൂടുതലും നിങ്ങൾ എന്താ പറയാ നോക്കണമെന്ന് വെച്ചാൽ, എനിക്കിപ്പം കുറച്ച് ആനിമേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നതും കുറച്ച് തിയറിറ്റിക്കലി അല്ലാതെ തന്നെ കുറച്ച് ആനിമേഷൻ രീതിയിലൊക്കെ എവിടെയാണ് കൂടുതലും കിട്ടുക, അല്ലെങ്കിൽ കൂടുതലും കുറച്ച് നമുക്ക് എന്താ പറയാ ഫസ്റ്റ് നമുക്ക് ഇമാജിനേഷൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന എവിടെയാണ് ജസ്റ്റ് കൂടെ ഒന്ന് നോക്കാം. ഇതൊക്കെ കുറച്ച് കീ പോയിന്റ്സ്, ഇതൊക്കെ ആരും പറഞ്ഞാൽ ചില സംഭവമാണ്. ഫിസിക്സിന്റെ കാര്യത്തിലാണെങ്കിലും മാത്സിന്റെ കാര്യത്തിലാണെങ്കിലും കെമിസ്ട്രിയുടെ കാര്യത്തിലാണെങ്കിലും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ നിങ്ങൾക്ക് സൈലത്തിന്റെ ഒരു 3-4 ചാപ്റ്റർ അല്ലെങ്കിൽ 3-5 സബ്ജക്റ്റിന്റെ ഫിസിക്സും കെമിസ്ട്രി മാത്സും ഇപ്പം എക്സാമിന്റെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ബാക്കി 2-3 സബ്ജക്റ്റ് ഒക്കെ നമുക്ക് എന്താ ഇഷ്ടപ്പെടാത്തുണ്ടായിരിക്കും. ജസ്റ്റ് അത് ആരെയാണ് കൂടുതൽ മനസ്സിലാക്കുന്നത് നോക്കുക. നിങ്ങൾക്ക് കൂടുതൽ സബ്ജക്റ്റ് ഏതിന്റെയാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ആദ്യം നിങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് തിങ് ഈസ്, പ്ലസ് 1 പ്ലസ് 2 ആണെങ്കിലും, പിന്നെ എന്താണ് പ്ലസ് 1 പ്ലസ് 2 ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ 10th ആണെങ്കിലും 9ാം ക്ലാസ് ആണ് ഏത് ക്ലാസ്സിലുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്ന എവിടെയാണെന്ന് ജസ്റ്റ് നോക്കാം. ലൈക്ക് അതായത് ഈ ഓൺ നോട്ട്സ് അല്ലാതെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ എക്സസൈസും എല്ലാ സംഭവവും വൃത്തിക്ക് പഠിപ്പിക്കുന്ന എവിടെയാണ് നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പൊ NCERT ഇപ്പൊ പ്ലസ് 1 പ്ലസ് 2 ആണെങ്കിൽ NCERT ഓറിയന്റായിട്ട് പഠിപ്പിക്കുന്ന NCERT ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്ന ഏത് സംഭവമുണ്ട്, ഏതാണ് എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് നോക്കാം. ഓക്കെ, അതാണ് എനിക്ക് പറയാൻ പോകുന്ന സെക്കൻഡ് തിങ് ആയിട്ട് എനിക്ക് തോന്നി പറയാൻ പറ്റിയൊരു സംഭവം. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരു സംഭവം കൂടെ നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ, NCERT ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓരോ ഈച്ചായിട്ട്
സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ സോൾവ് ചെയ്ത് തരുന്നുണ്ടോ എന്നുകൊണ്ട് നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്സിലെ എക്സസൈസസിലെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കാം. അല്ലെങ്കിൽ ഇപ്പം എല്ലാത്തിൻ്റെ ലേണിംഗ് വീഡിയോസ് ഉണ്ടോ, ലൈക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കാര്യങ്ങളും ഗൈഡ്സ് എല്ലാ സംഭവം ഉണ്ടോ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ലൈവ് ക്ലാസ് വെക്കുന്നുണ്ടോ, ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ഓപ്ഷൻസ് ഉണ്ടോ, നിങ്ങൾ ഇതൊക്കെ നോക്കണം. ലൈക്ക് ഇതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ ഫോർത്ത് തിങ് ആയിട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു ഡൗട്ട് ക്ലിയർസ്. നമുക്ക് ഡൗട്ട് ചോദിക്കാൻ വന്ന സംഭവം ഉണ്ട്. ലൈക്ക് ഇപ്പം ലൈവ് ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഓക്കെ, ലൈവ് ക്ലാസ് അല്ലെങ്കിലും നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു ഡൗട്ട് തോന്നും, ലൈക്ക് പഠിച്ചോണ്ടിരുന്നപ്പോൾ ഒരു ഡൗട്ട് വന്നു, ജസ്റ്റ് എവിടെ നിന്നാണ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്, അതിനുള്ള ഫീച്ചർ ഉണ്ടോ എന്നൊക്കെ കൂടെ നിങ്ങൾ ജസ്റ്റ് നോക്കാം. ഇതൊക്കെ നോക്കിയിട്ടുള്ള നിങ്ങൾ എക്സാമിനാണോ സൈഡാണോ ഏത് സംഭവമാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, പർച്ചേസ് ചെയ്യേണ്ടത് എന്നും കൂടെ ആലോചിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എക്സാംസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എക്സാംസ് ലൈക്ക് ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അത് ഞാൻ പറഞ്ഞു. അടുത്ത് നമ്മൾ നോക്കണേ എക്സാംസ് കറക്റ്റ് ആയിട്ട് എവിടെ നടക്കുന്നുണ്ട്, മോഡൽ എക്സാംസ്, പ്രീ മോഡൽ അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ്, ഇതൊക്കെ എവിടെ നടക്കുന്നുണ്ടോ. പിന്നെ എന്താ പറയാ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നോക്കാം. മെന്റർഷിപ്പ്. നിങ്ങൾക്ക് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ സ്റ്റുഡൻസിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ മെന്ററിങ് ഇല്ലായിരുന്നു എന്നുള്ള ഒരു ഒറ്റ സംഭവമാണ്. ലൈക്ക് എനിക്ക് തോന്നിയിട്ടുള്ള +1 എനിക്ക് ഒരു മെന്റർ ഉണ്ടായിരുന്നു. മിസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലൈക്ക് പഠിച്ചാലും ആ മിസ് കാരണമാണ് എനിക്ക് ഇത്രയെങ്കിലും മാർക്ക് +1 കിട്ടിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാമിൻ്റെ ഒരു പുഷ് എപ്പോഴും എൻ്റെ പുറകിലുണ്ടായിരുന്നു. കാരണം മാം ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. ഞാൻ സൈലത്തിലായിരുന്നല്ലോ, അഗ്നി ബാച്ചിലായിരുന്നു ഞാൻ ചോദിച്ചിട്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് മെന്ററിൻ്റെ ഒരു കാര്യത്തിൽ സൈലത്തിന്റെ ഓൺലൈനിലെ മെന്റർ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതില്ലെന്ന് തോന്നുന്നു. അഗ്നി ബാച്ചിലെ മെന്റർ സപ്പോർട്ട് അങ്ങനത്തെ സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻട്രൻസ് വിത്ത് ആയിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ടോ എന്നാണ് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ബട്ട് ഞാൻ +1 പഠിക്കുമ്പോൾ എനിക്ക് മെന്ററിങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് പുള്ളിക്ക് എല്ലാ ദിവസവും പുള്ളി ഒരു വിളിക്കാൻ എനിക്ക് മിസ് ഭയങ്കര ഇതായിരുന്നു. കാരണം മിസ് കോഴിക്കോട് ഉണ്ടാവും. ഇടയ്ക്ക് വിളിക്കും. ഇടയ്ക്ക് വിളിച്ചിട്ട് പഠിക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആപ്പിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടോ, ഈ ഫാക്കൽറ്റീസ് മാറണോ. ഇപ്പം പുതിയ ഫാക്കൽറ്റീസ് ചിലപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാൻ വരും. പുതിയ ഫാക്കൽറ്റീസ് എടുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഫാക്കൽറ്റീസ് പോരെ, ഈ ഫാക്കൽറ്റീസിനെ റേറ്റ് ചെയ്യാവോ, അല്ലെങ്കിൽ ഈ ഫാക്കൽറ്റീസ് എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് മിസ് ഒരു ഗൂഗിൾ മീറ്റ് വെക്കും. ഭയങ്കര ഇതായിരുന്നു. മിസ് ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കും, ഇടയ്ക്ക് ഞാൻ മിസ്സിനെയും വിളിക്കും. ലൈക്ക് ഒരു ചേച്ചിയാണ്. ആ ഒരു ഇതുപോലെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് ആ മിസ് സത്യം പറഞ്ഞാൽ മിസ് എന്റെ ചാനൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാം. മിസ്സിന്റെ എന്റെ ചാനൽ നിങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് വിളിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. കാരണം മിസ് ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡഡ് ആയിരുന്നു. ഭയങ്കര റിസൾട്ട് വന്നപ്പോഴും ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. +1 +2 മിസ്സിന്റെ നമ്പർ കയ്യിൽ നിന്ന് പോയി. അപ്പം ഇതൊക്കെ നിങ്ങൾ ആലോചിക്കാം. ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിലാണ് നിങ്ങൾ കൂടുതൽ സെറ്റ് ആവുന്നത്. ലാംഗ്വേജിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ് തന്നെ ധാരാളമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യൂട്യൂബ് ക്ലാസ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് ഇംഗ്ലീഷിന് വേണ്ടി മാത്രമുള്ള യൂട്യൂബ് ക്ലാസ് വരെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കുക, യൂട്ടിലൈസ് ചെയ്യാം. ലാംഗ്വേജിന് കാര്യം സെപ്പറേറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 4 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കാം. നിങ്ങൾ അത് നോക്കാം. അത് നോക്കി നിങ്ങൾ സെലക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ഫീൽ ചെയ്തില്ല. ലൈക്ക് സൈലത്തിന്റെ ആണെങ്കിലും എക്സാമിൻ്റെ ആണെങ്കിലും. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ലൈക്ക് നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ എന്നോട് ചോദിക്കുകയാണ്, ഒരു കുട്ടി എന്നോട് വന്ന് ചോദിക്കുകയാണ്, ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്യണോ, എക്സിപ്പോർട്ടിൽ ജോയിൻ ചെയ്യണോ, എക്സാമിന് തന്നെ ജോയിൻ ചെയ്യണോ, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ലേണിംഗ് കപ്പാസിറ്റീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ക്ലാസ് ആണോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് ഒരാളോട് ചോദിച്ചിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, പൊതുവേ ഉള്ളൊരു ജെന്യൂൻ ഒരു എന്താണ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും ആരോടും പറയാൻ പറ്റത്തില്ല. കാരണം ആപ്പിലെ ക്ലാസ് ചിലപ്പോൾ ചിലർക്ക്
സൈഡ് എനിക്ക് മനസ്സിലാവുന്നത്. ചിലർക്ക് എക്സാമിനർ ആയിരിക്കും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്, ചിലർക്ക് ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ എക്സാമിനർ ഈസ് ബെസ്റ്റ്. ആൻഡ് ഒരു മിഡിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇതാണെങ്കിൽ ഇങ്ങനെ ഇതൊക്കെയാണ് ശ്രദ്ധിച്ച് നിങ്ങൾ മേടിക്കേണ്ട ഒരു സംഭവം. ആൻഡ് ഓൺലൈൻ സ്റ്റുഡൻസിന്റെ മെയിൻ സംഭവം ഇവിടെ മെന്ററിങ് നമ്മൾ അന്വേഷിക്കുക, നമ്മൾ എക്സാം എഴുതുന്നുണ്ടോ, നമ്മളെല്ലാം ചെയ്യുന്നുണ്ടോ നമ്മളൊരു സംഭവം നമ്മൾ അന്വേഷിക്കാറുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ക്ലാസ് എല്ലാം കാണും. ആണ് ഇതിന്റെ മെയിൻ ഒരു സംഭവം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ ബാച്ച് പർച്ചേസ് ചെയ്യുക. ആൻഡ് ഇതാണ് എനിക്ക് പറയാനുള്ള. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ഗൈസ്.